ഇതയാളല്ലേന്ന് എനിക്കൊരു സംശയം. സുശീലയുടെ ഭർത്താവേ, ഇന്ദ്രന്റെ സത്യന്റെയൊക്കെ അച്ഛൻ ശേഖരൻ. കുഞ്ഞമ്മേ, ഇയാളെ തന്നെ ഞങ്ങള് ടൂറ് പോയ സ്ഥലത്ത് വെച്ച് കണ്ടത്. അവിടെ വെച്ച് ഇയാളെ കണ്ടപ്പോ അമ്മ കാണിച്ച വെപ്രാളം ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചതാ. അതിലെന്തോ ഒരു പന്തികേട് എനിക്ക് അപ്പോഴേ തോന്നിയതാ. അപ്പ എന്റെ സംശയം ഉറപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണെങ്കിലും ഈ മുഖം എന്റെ മനസ്സിൽ തന്നെയുണ്ട്. അത്ര എളുപ്പം ഞാനത് മറക്കില്ല. അന്ന് ഞങ്ങൾ അമ്പലത്തിൽ കണ്ട ഒരാളില്ലേ, അതേപോലെ ഒരാള് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ വന്നിരുന്നു. പക്ഷെ സത്യനും ശ്യാമും ചേർന്ന് അയാൾ ഓടിച്ചു വിട്ടെന്ന് പറഞ്ഞു. അയാള് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഞങ്ങൾ അയാളൊന്ന് കാണാൻ ശ്രമിച്ചതാ. പക്ഷെ ഇയാളെ തിരക്കി ഏതോ ബന്ധുക്കള് വന്നെന്ന് അറിയാൻ കഴിഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല മോളെ. എന്റെ ഉറച്ച വിശ്വാസം ഇത് ശേഖരൻ തന്നെയാണെന്ന്. മോളെ, അത് മാത്രമല്ല, ഇന്ന് ഈ ഫോട്ടോ വന്നത് മുതല് ഹർഷയുടെയും സുശീലയുടെയും പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു സംശയം തോന്നിയപ്പോ ഇത് മോളെ കണ്ട് അറിയിക്കാന്ന് കരുതിയത്. എന്തായാലും കുഞ്ഞമ്മ വന്ന് പറഞ്ഞത് നന്നായി. ഇന്ദ്രേട്ടന്റെ അച്ഛനാണോ ഇതെന്ന് അറിയണമെങ്കിൽ ഇന്ദ്രേട്ടൻ അയാളെ തിരിച്ചറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ദ്രേട്ടനായിട്ടൊന്ന് സംസാരിക്കട്ടെ. മോളെ, വേണ്ടത് എന്താണെന്ന് വെച്ചാ മോൾ ആലോചിച്ചിട്ട് ചെയ്യേ. ഹർഷയുടെ കൂട്ടുപിടിച്ച് സുശീൽ എന്തെങ്കിലും ഒപ്പിക്കുന്നതിന് മുമ്പ് എന്തേലും ചെയ്യണം. ഇന്ദ്രൻ ഈ വീട്ടില് സ്ഥാനം ഉറപ്പിക്കാനും സുശീലയുടെ അഹങ്കാരം എന്നേക്കായിട്ട് അവസാനിപ്പിക്കാനും ശേഖരൻ എന്നൊരു വാക്ക് മാത്രം മതി. എനിക്ക് മനസ്സിലായി കുഞ്ഞമ്മ, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. എന്തായാലും ഇങ്ങനൊരു സംശയം തോന്നിയപ്പോഴേ ഇവിടെ വന്ന് പറയാൻ കുഞ്ഞമ്മയ്ക്ക് തോന്നിയല്ലോ. അതെന്നെ വലിയ കാര്യം. മോളെ, ഞാൻ ഇന്ദ്രന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ശരി ശരി, ഞാൻ പോട്ടെ മോളെ. തൽക്കാലം ഞാൻ ഇവിടെ വന്ന കാര്യം സുശീൽ അറിയണ്ട. അവൾ അറിഞ്ഞത് ശരിയാവില്ല. എനിക്ക് മനസ്സിലായി കുഞ്ഞമ്മ. ചെല്ല, എന്തെങ്കിലും വിവരം കിട്ടിയ ഞാൻ വിളിച്ചോളാം. അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ബിഞ്ചുമോനെ, അമ്മൂമ്മ പോവാട്ടോ. ടാറ്റാ. പോട്ടെ മോളെ.
മാഡത്തിന് ബോറടിച്ചോ? ഏയ്, രാധാമണി വർക്കൗട്ട് ചെയ്യുന്ന കാണാൻ നല്ല രസമാ. ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്നെ പോലുള്ള ആൾക്ക് പിടിച്ചു വെക്കാൻ പറ്റും. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചായിരുന്നു രാധാമണി. ആൾമാറാട്ടം ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയുള്ള റിസ്ക് എടുത്താലേ അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. ഇതത്ര റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. പിടിക്കപ്പെടുകയാണെങ്കിൽ രാധാമണി എന്റെ പേര് പറഞ്ഞാൽ മതി. അയാൾ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഡ്രാമയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞോളാം. ഇതിനെന്നെ പോലുള്ള ആളെ തന്നെ സെലക്ട് ചെയ്തെന്തിനാ? നന്നായിട്ട് അഭിനയിക്കാനുള്ള ഒരു നടിയല്ലേ ഇതിനാവശ്യമുള്ളത്? രാധാമണിയും അഭിനയത്തിൽ അത്ര മോശമൊന്നും അല്ലല്ലോ. ആണായിട്ടും പെണ്ണായിട്ടും അഭിനയിച്ച റീൽസൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇതിലെനിക്ക് വേണ്ടത് ആണിന്റെ കരുത്തുള്ളൊരു പെണ്ണിനെ, അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനും ഈ നാട്ടിൽ നേടെ പറഞ്ഞയക്കാനും ചിലപ്പോ അഭിനയം മാത്രം മതിയാവില്ല, കൈക്കരുത്തും കൂടി വേണ്ടിവരും. ഞാൻ പറയുന്നത് രാധാമണിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മാഡം. ഈ റിസ്ക് മുഴുവൻ മാഡം ഏറ്റെടുക്കുകയാണെങ്കിൽ മാഡം പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യും. അതിനുള്ള ബെനിഫിറ്റ് എനിക്കുണ്ടാകണമെന്ന് മാത്രം. അതുണ്ടായിരിക്കും, ഞാനല്ലേ പറയുന്നത്. ദാ, ഇതൊരു അഡ്വാൻസാ. ബാക്കി ജോലി കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ വിളിക്കാം. എപ്പോ എങ്ങനെ തുടങ്ങണമെന്ന് ഞാൻ പറയും. ശരി. എന്നാ പിന്നെ മാഡം ചെല്ല്. ഓക്കെ. ഓക്കെ. മോള് പ്രാർത്ഥിച്ച്. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അമ്പൂറ്റി നടത്തി തരും. നല്ല മനസ്സോടെ പ്രാർത്ഥിച്ചാ മതി കേട്ടോ. അച്ഛൻ മോളുടെ കൂടെ കളിക്കണം.